നമസ്കാരം. വെനീസ് ടൂർണമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഈ ഒരു ഡിബേറ്റ് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക. നമ്മുടെ മീഡിയ വണ്ണിനകത്ത് വന്നിട്ടുള്ള ഒരു ഡിബേറ്റാണ്. BJPയുടെ യുവമോർച്ചയുടെ ഒരു നേതാവാണല്ലോ ഗർജിക്കുന്ന ഒരു സിംഹം. കഴിഞ്ഞ പ്രാവശ്യം ഈ ഇലക്ഷന് മുമ്പുള്ള ചില സമരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിന്നിട്ടുള്ള യുവമോർച്ചയുടെ ഒരു കരുത്തനായിട്ടുള്ള ഒരു സാരഥിയാണ് കെ ഗണേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി. കാരണം കൂടുതലായിട്ട് നമ്മളൊന്നും പറയണ്ടല്ലോ, കാരണം അത്രത്തോളം മറ്റേ മണ്ടയ്ക്കകത്തുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തെ വർഗീയപരമായിട്ട് വീണ്ടും ചിത്രീകരിച്ചാണല്ലോ ഉള്ളിസുര. വയനാട്ടിൽ പോയി മത്സരിച്ചു, അവിടെ കെട്ടിവെച്ച കാശും പോയി 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല നാണം കെട്ട് നാറി എന്ന് വേണം പറയാൻ. കാരണം കേരളത്തിന്റെ എല്ലാമായിട്ടുള്ള ഉള്ളിസുര പോലും കെട്ടിവെച്ച കാശ് പിടിക്കാൻ പറ്റാത്ത ഗതിയിലേക്ക് BJP കേരളത്തിൽ അധംപതിച്ചു പോയി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ് ഈ ഇലക്ഷനിൽ നേരിട്ട ഒരു വ്യക്തിയാണ് ഉള്ളിസുര. ഇപ്പൊ ഗണപതി വട്ടത്തെ കുറിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ കുറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു. അവസാനമായിട്ട് ഇപ്പം ഇലക്ഷനിലൊക്കെ തോറ്റു ജനങ്ങൾ മറന്നിരിക്കുന്ന സമയത്ത് എന്നെ കൂടുതലൊന്നും അറിയണം എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ഒരു വർഗീയപരമായിട്ടുള്ള പ്രസ്താവനയായിട്ട് ഇദ്ദേഹം വന്നിരുന്നു. കാരണം അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവും. അപ്പോൾ കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നിനക്കെന്താണ്, നിന്റെ അച്ചിക്ക് സ്ത്രീധനം കിട്ടിയതാണോ കേരളം? അല്ലെങ്കിൽ നിന്റെ പൂർവികന്മാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ കേരളത്തെ കുറിച്ചിട്ട് പറയാനായിട്ട്? കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിൽ പോലും ഒരാളുടെയെങ്കിലും പേര് നിനക്കൊക്കെ പറയാവോ? സംഘികളായിട്ടുള്ള ആരെങ്കിലും ഒരാളുടെ പേര് പറയാവോ? ഒരുത്തനുമില്ല. ഈ രാജ്യത്തിന് വേണ്ടി ചോരയും നീരും അർപ്പിച്ചത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടുത്തെ മുസ്ലിം സമുദായവുമാണെന്ന് വളരെ ആർജവത്തോടുകൂടി പറയാം. കാരണം നിനക്കൊന്നും അത് പറയാനുള്ള ഒരു അവകാശമില്ല. കേരളത്തിൽ വളരെ കുറച്ച് കാലം മാത്രമാണ് CH മുഹമ്മദ് പോലെയുള്ള ആൾക്കാർ മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ പല ആൾക്കാരും അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന ആൾക്കാരും പറയുന്നത് കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന പദവി അല്ലെങ്കിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് CH മുഹമ്മദ് കുറിച്ചിട്ടാണ്. അപ്പം കേരളത്തിൽ സെൻസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിന്ദു സമൂഹം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഇവിടുത്തെ മുസ്ലിം സമുദായം. എന്നാൽ അവരിൽ ഏറ്റവും താഴെ കിടക്കുന്നവരാണ് ക്രൈസ്തവ സമൂഹം. ആ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട എത്രയോ ആൾക്കാർ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കേരളത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമുദായം എന്തെങ്കിലും പറഞ്ഞോ? BJP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഇങ്ങനെ ഉടലെടുത്ത് തുടങ്ങിയപ്പോഴാണ് ഇവിടെ ജാതിയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില ദുഷ്ടശക്തികളാണ് ഈ ഉള്ളിസുരയെ പോലുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കെട്ടിവെച്ച കാശ് പോലും കാഞ്ഞത്. അപ്പൊ മീഡിയ വണ്ണിനകത്ത് ഈ ഒരു ചർച്ച നടന്നത്. ഈ ഒരു ചർച്ചയിൽ ഈ KB അവതാരകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ പോലും പറ്റുന്നില്ല. ഈ അടിച്ച് കണ്ടം വഴി ഓടിക്കുന്ന ഒരു കിടിലൻ വീഡിയോ തന്നെയാണ്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായ കുഴപ്പം ഞാൻ പറഞ്ഞോ, ചിന്തിച്ചോട്ടെ, ആര് വേണം ചിന്തിച്ചോട്ടെ. ഇവിടുത്തെ പിന്നോക്ക CPM നാളെ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയൊക്കെയാണ്, എന്താ കുഴപ്പം? CPM-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവർക്ക് ആരെ വേണം മുഖ്യമന്ത്രി ആയിക്കോട്ടെ. ഞങ്ങൾ മുഖ്യമന്ത്രി ഞങ്ങൾ BJP അധ്യക്ഷൻ പറയുകയാണ് CPM ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാൻ പോവുകയാണ്. അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് വിശദീകരിക്കണം. ഞാൻ പറയട്ടെ അജിംസെ, ഇവിടുത്തെ പിന്നോക്ക സമൂഹങ്ങൾ അവർ വളരെ പ്രതീക്ഷയോടെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ കണ്ടു. അവർക്ക് ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല. ഒരു ഭാഗത്തേക്ക് മാത്രം ഏത് പ്രതീക്ഷ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പിന്നോക്കക്കാരനാണ്. ഇതിന് മുമ്പ് LDF-ന്റെ മുഖ്യമന്ത്രി പിന്നോക്കക്കാരനായിരുന്നു. എന്താ നിങ്ങൾ പറയുന്നത്? ഇതില്ല പിന്നോക്കാവസ്ഥ അവഗണന എന്ന് പറയും. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അത് പറയും. അവിടുന്ന് മാറ്റം വരുന്നു എന്നതാണ്. ഏത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കി മാറ്റം വരുന്നു എന്നുള്ളതാണോ? ഇവിടുത്തെ ഒരു മുസ്ലിമിനെ CPM മുഖ്യമന്ത്രിയാക്കി എന്താണ് പ്രശ്നം? എനിക്ക് അജിംസിന്റെ മുസ്ലിങ്ങളും പിന്നോക്കക്കാരാണെന്നേ, അങ്ങനെ മുഖ്യമന്ത്രിയാക്കിയ എന്താ കുഴപ്പം? അജിംസെ, കേരളം പോലെ സ്ഥലത്ത് മുസ്ലിങ്ങൾ പിന്നോക്കക്കാരല്ല. അല്ല, അത് നിങ്ങളുടെ വാദം. ഇനിയിപ്പോ BJP എന്ത് ചെയ്തു? മുസ്ലിങ്ങൾ മുന്നോക്കക്കാരായിക്കൊണ്ട് അവർക്ക് മുന്നോക്ക സംവരണം കൊടുത്തോ? എന്നിട്ട് പറയൂ, അവരെ മുഖ്യമന്ത്രിയാക്കിയ എന്താ കുഴപ്പം? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഞങ്ങൾ ഇവിടെ മത്സരിപ്പിച്ചില്ലേ? ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഞങ്ങൾ ഇവിടെ ഇന്ത്യയിലാകെ ഒരാളുണ്ടായിരുന്നത്. ഇന്ത്യയിലാകെ നിങ്ങൾ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ ഒരാളെ മുഖ്യമന്ത്രിയാക്കിയ സുരേന്ദ്രൻ എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാക്കാൻ പോവാണ് CPM എന്നാണ്. ഓക്കെ, അങ്ങനെ ആക്കിയാൽ എന്താ കുഴപ്പം? അത് വിശദീകരിക്കണ്ടേ? ഞാൻ പറഞ്ഞത് ഇവിടുത്തെ CPM-ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ കൂടെ എല്ലാ കാലഘട്ടത്തിലും അടിയുറച്ചു നിന്നിരുന്ന ഒരു പിന്നോക്ക സമുദായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു.
അവരുടെ വോട്ട് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്? BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ആശങ്കയുണ്ട്, CPM-ന്റെ കൂടെ നിൽക്കുവാൻ അവർക്ക് ആശങ്കയുണ്ട്. അതായത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്ന CPM-നെയാണോ പിന്നോക്കക്കാർക്ക് ഭയം? അതേ തോന്നലുള്ള വന്നതിന് ശേഷം അവർ കാണിച്ചിരിക്കുന്ന രാജ്യസഭാ സീറ്റുകൾ കൊടുത്തിരിക്കുന്ന ആർക്കാണ്? അപ്പൊ അവരത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗണേഷ് പ്രശ്നം പറയൂ. അതായത് മുസ്ലിമിനെ മുഖ്യമന്ത്രി വീണ്ടും അജിംസെ, ഞാൻ പറയുന്നത് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ കേൾക്കൂ. എന്നിട്ട് നിങ്ങൾ ചോദിച്ചോ, ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾ, അടിയുറച്ച് CPM-ന്റെ കൂടെ നിന്ന പിന്നോക്ക സമുദായങ്ങൾ, അവർക്ക് ആശങ്കയുണ്ട്. ആശങ്കയുള്ളത് കൊണ്ടാണല്ലോ ഈ വയനാട് ഉൾപ്പെടെ ട്രൈബൽ ഏരിയയിൽ പോലും നിങ്ങൾ പറയുന്ന ആശങ്ക ആശങ്കയുള്ളത് കൊണ്ടാണ്. അല്ലാതെ BJP-ക്ക് നാളെ വോട്ട് ചെയ്ത് കളയാം എന്ന് കേരളത്തിൽ വിചാരിച്ചത്. ആശങ്ക എന്താണെന്ന് പറയേണ്ടത് വെള്ളാപ്പള്ളിയോ കെ സുരേന്ദ്രനോ കെ ഗണേശോ പറയണ്ടേ? എന്താണ് ആശങ്ക? അത് പറയൂ. ഞാൻ ആശങ്ക പരിഹരിക്കേണ്ട അവരാർക്കാ രാജ്യസഭാ സീറ്റ് കൊടുത്തത്? അതാണോ അത് റിസൾട്ട് വന്നതിന് ശേഷമല്ല, റിസൾട്ട് വന്നതിന് മുമ്പുള്ള കാര്യം. ഏത് കാര്യത്തിലാണ് അവഗണന പോലും തോന്നിയില്ലല്ലോ? ഏത് കാര്യത്തിലാണ് അവഗണന പോലും തോന്നിയില്ലല്ലോ? ഞാൻ ചോദിക്കുന്നത് അവർക്ക് കൊടുത്തുന്നില്ല. ഈ പിന്നോക്കക്കാർക്ക് എന്ത് കിട്ടിയില്ല എന്നാണ് വെള്ളാപ്പള്ളിയും സുരേന്ദ്രനും ഗണേഷും പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ കിട്ടാത്തത്? ഒരു സുപ്രഭാതത്തിൽ ഗണേഷ്, ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾക്ക് ഞങ്ങളോട് ആവണം, അത് പറയണ്ടേ? മറ്റവർക്ക് കൊടുത്തു എന്നുള്ളതല്ലേ, ഞങ്ങൾക്ക് കിട്ടിയില്ല, എന്ത് കിട്ടിയില്ല എന്ന് പറയണ്ടേ? നിങ്ങൾ എന്തൊക്കെ കൊടുത്തു എന്ന് നിങ്ങൾക്ക് കണ്ണു തുറന്നു കണ്ടു നോക്കൂ സാർ. ഗണേഷ്, കേരളത്തിലെ ഏറ്റവും വലിയ സമുദായത്തിന്റെ നേതാവിന് പറയാൻ കഴിയണം ഞങ്ങളുടെ സമുദായത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് ആ ലേഖനത്തിൽ എവിടെ പറഞ്ഞിട്ടില്ല. മറ്റവർക്ക് കൊടുത്തതിനാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അതിനെന്താ പറയാ നമ്മുടെ നാട്ടില് പച്ച മലയാളത്തിൽ? അല്ല, ഞാൻ ചോദിക്കുന്നത് മറ്റവർക്ക് കൊടുത്തതല്ല ആണ് പ്രശ്നം. തുല്യനീതി എന്ന് പറഞ്ഞാൽ എന്താണ് അജിംസെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ LDF സർക്കാർ ഇത്ര ജോലി തന്നില്ല, ഞങ്ങൾക്ക് LDF സർക്കാരിൽ ഇത്ര MLA-മാരില്ല, ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് മന്ത്രിമാരില്ല, അത് എണ്ണവിട്ട് പറയാലോ? വെള്ളാപ്പള്ളിക്ക് അത് പറഞ്ഞില്ലല്ലോ. അല്ല അജിംസെ, ഈ മൂന്ന് കാര്യങ്ങളാണ്: ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം, അതുപോലെ രാഷ്ട്രീയ പ്രാതിനിധ്യം. മന്ത്രിസഭയിൽ ഈഴവ സമുദായങ്ങളില്ല എന്ന് പറയട്ടെ വെള്ളാപ്പള്ളി, അപ്പൊ അത് പരിഹരിക്കും. അല്ലെങ്കിൽ മന്ത്രിസഭയിൽ MLA-മാരില്ല, MP-മാരില്ല, അത് പറയട്ടെ, അപ്പൊ സർക്കാരും LDF-ഉം CPM പരിഹരിക്കും. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ? എന്താണ് നോക്കിക്കാണുന്നത്? ഇവിടുത്തെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു സാമുദായിക നേതാവ് ആളുകളുടെ ഫീഡ്ബാക്ക് അവർക്ക് ലഭിക്കുന്നില്ല. അത് യാഥാർത്ഥ്യം. എന്താ യാഥാർത്ഥ്യം? പൗരന്മാരായിട്ട് വയനാട്ടിലും ആലപ്പുഴയും മാത്രം ഉദാഹരണം എടുത്ത് പരിശോധിച്ചാൽ അത് സർക്കാരിനോടുള്ള ഒരുതരം അതൃപ്തി സമുദായങ്ങൾക്കുണ്ട്. വെള്ളാപ്പള്ളി അത് പറഞ്ഞു എന്നാണ് ഗണേഷ് പറയുന്നത്. ഓക്കെ, കേരളത്തിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് സുരേന്ദ്രന്റെ ഈ വാക്ക് വിഴുങ്ങിയിട്ട് അതേപോലെ ഛർദ്ദിച്ച് പല ചാനലിലും വന്നിട്ട് പച്ചയ്ക്ക് വർഗീയത കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടരെല്ലാവരും. എന്തായാലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പോലും കൊടുക്കാൻ ഈ ഊളകൾക്കൊന്നും പറ്റുന്നില്ല. അവന്മാരൊക്കെ ഈ പറയുന്നല്ലോ, ന്യൂനപക്ഷത്തിന് വേണ്ടി ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് ഒരുപാട് ഒലത്തി കൊടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ രണ്ട് മന്ത്രിസ്ഥാനം ഉപമന്ത്രിസ്ഥാനം 2 കിട്ടിയപ്പോൾ ഒന്ന് ക്രിസ്ത്യാനിക്ക് കൊടുത്തു, എന്തുകൊണ്ട് ഇവന്മാർ മുസ്ലിങ്ങൾക്ക് കൊടുത്തില്ല? അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ മുസ്ലിങ്ങളോടുള്ള വെറുപ്പ്. സത്യത്തിൽ ഈ ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ ഈ ക്രൈസ്തവരുടെ പ്രീതി പിടിച്ചു പറ്റുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം BJP എന്ന് പറയുന്ന ഈ വർഗീയ പാർട്ടിയെ വെറുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ക്രിസ്വങ്കികളായിട്ടുള്ള ഇവരെ ഇങ്ങനെ പ്രീണിപ്പിച്ച് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്തിട്ട് ഇങ്ങനെ കൈവച്ചത്. കാരണം അവരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും പിടിച്ച് നിൽക്കാം എന്ന് ഒരു തോന്നൽ ഇവർക്കുണ്ടായി. കാരണം എന്തെങ്കിലുമൊക്കെ വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വാലാട്ടി പോകുന്നവരാണ് ഇവരെന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആയിട്ട് അതിനൊരു പ്രത്യുപകാരം എന്ന നിലയിൽ ജോർജ് കുര്യന് ഒരു സഹമന്ത്രി സ്ഥാനവും അങ്ങോട്ട് വെച്ച് നീട്ടി. മുസ്ലിങ്ങളോടുള്ള ഒരു വിരോധം കൊണ്ട് മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെയായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വെനീസ് ടു എന്റർടൈൻമെന്റ്.